എല്ലാവർക്കും ഒരിക്കൽ കൂടി F3 ടെക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ടീ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടീ ബാഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ടീ ബാഗ് കൊണ്ട് റോക്കറ്റ് അല്ലെങ്കിൽ സ്കൈ ലാറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മിക്ക ഷോപ്പുകളിലും ലഭ്യമാണ് ടീ ബാഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഒരു ടീ ബാഗ് എടുത്തിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ ആ വള്ളി ഒന്ന് കട്ട് ചെയ്ത് കളയാം. അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ സ്റ്റാപ്ലർ പിന്ന് കഴിഞ്ഞിട്ടുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. മാക്സിമം നമ്മൾ സൂക്ഷിച്ച് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ അവിടെ ലെവലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. അതിനുശേഷം നമുക്ക് ആ ടീ പൗഡർ റിമൂവ് ചെയ്യാം. നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം, നിവർത്തി വെക്കാം. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ശരിയാക്കി നിവർത്താം. അതൊരു പൈപ്പ് പോലെ നമുക്കിപ്പോൾ കാണാൻ കഴിയും. നമുക്കതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് തീപ്പെട്ടി എടുക്കുക, കത്തിക്കുക. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കലാണ് ഇനി നമ്മുടെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. തീപ്പെട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് തീപ്പെട്ടി വെക്കുക, കത്തിക്കുക. ഈ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ കത്തിച്ചു നമുക്ക് ടെസ്റ്റ് ചെയ്യാം. കത്തിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാം അതിങ്ങനെ വേഗം കത്തിപ്പോണതാണ്. ഇപ്പോൾ നമുക്ക് ഇളകി ഇതേ പോകുന്നു. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വർക്ക് ചെയ്ത് അത് കത്തിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഡ്രസ്സൊന്നും ഇല്ലാത്തടത്ത് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഡ്രസ്സിലേക്ക് ഈ തീയുള്ള സമയം പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് കത്തും. നമുക്കൊന്ന് എടുത്തു നോക്കാം അതിൻ്റെ അവസ്ഥ എന്താണ്. അതിപ്പോൾ ഇങ്ങനെ ഒരു ചാരം പോലെ ആയി, ഇങ്ങനെ കരിയായിരിക്കുകയാണത്. എക്സ്പെരിമെന്റ് വിജയിച്ചു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമന്റുകൾ അതിൽ രേഖപ്പെടുത്താം. ഇനിയും ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാമെന്ന